ഇന്ന് രണ്ട് അസാധാരണ നീക്കങ്ങൾ. എന്തും സംഭവിക്കാം. ഇന്ത്യൻ നിയമ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം കോടതിയിൽ ഇത്തരമൊരു അസാധാരണ സംഭവം അരങ്ങേറുന്നത്. ഇന്ന് രണ്ട് കോടതികളിലായിട്ടാണ് ഈ അസാധാരണമായിട്ടുള്ള നിയമ നടപടികൾ ആരംഭിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ എന്താണ് ഇത്ര അസാധാരണത്വം ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഹൈക്കോടതിയിൽ EDയെ ആക്രമിച്ച കേസിലെ 9ാം പ്രതിയെ ജാമ്യം നൽകി വിട്ടയച്ചതിന് എതിരായി സർക്കാർ ഇന്ന് അപ്പീൽ നൽകും. അതിലെന്താണ് ഇത്ര പുതുമ അവിടെയല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം വരെ, ഇന്നലെ വരെ, ഞായറാഴ്ച വരെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഗീന കുമാരിയെ എതിർകക്ഷിയാക്കാനും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഏത് കേസിലാണോ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വാദിച്ചത്, അതേ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഏതാണ്ട് 10-12 മണിക്കൂറിന് ശേഷം ഇതാ ഹൈക്കോടതിയിൽ എതിർകക്ഷിയായി അതേ സർക്കാർ തന്നെ കക്ഷി ചേർത്തിരിക്കുന്നു. അങ്ങനെ 9ാം പ്രതിക്ക് ഒപ്പം തന്നെ എതിർകക്ഷിയായി ഗീന കുമാരിയെയും സർക്കാർ പ്രതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ അസാധാരണ നീക്കം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ, EDയെ ആക്രമിച്ച കേസ് മെയ് 27-ാം തീയതിയാണ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ 300ഓളം വരുന്ന CPM, DYFI, SFI പ്രവർത്തകർ ആക്രമിച്ചു. അതിലെ 26 പ്രതികളെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് 2 FIRകളാണ് ഉള്ളത്. ഒന്ന് EDയെ ആക്രമിച്ച കേസിലെ FIR, 2 പോലീസിനെ ആക്രമിച്ച കേസിലെ FIR. ഇതിലെ പോലീസിനെ ആക്രമിച്ച കേസിലെ FIRലെ പ്രതിയായിട്ടുള്ള തിരുവനന്തപുരം SFI ജില്ലാ പ്രസിഡന്റ് വിജീഷിനെ കോടതി ജാമ്യം നൽകി വിട്ടയച്ചിരുന്നു. എന്നാൽ EDയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പല ഘട്ടങ്ങളിലായി കോടതിയെ സമീപിച്ചെങ്കിലും രാജ്യദ്രോഹമടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അവരുടെ ജാമ്യാപേക്ഷ റദ്ദാക്കുകയാണ് ചെയ്തത്. IP ബിനുവിന്റെ അടക്കമുള്ള ജാമ്യാപേക്ഷ റദ്ദാക്കുകയാണ്. അതായത് മെയ് 27-ാം തീയതി മുതൽ EDയെ ആക്രമിച്ച കേസിലെ പ്രതികളെ പല ഘട്ടങ്ങളിലായി പോലീസ് പിടിച്ച് അകത്താക്കിയിരിക്കുകയാണ്. അവരിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ജാമ്യം ലഭിക്കുന്നത്. 24-ാം തീയതി 9ാം പ്രതിയായിട്ടുള്ള ഹരീഷിനാണ് ജാമ്യം ലഭിക്കുന്നത്. എന്തുകൊണ്ട് ഹരീഷിന് ജാമ്യം ലഭിച്ചു എന്ന് ചോദിച്ചാൽ, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീന കുമാരി നടത്തിയ അപ്രതീക്ഷിതമായ ഒരു നീക്കം മൂലമാണ്. ഗീന കുമാരി കോടതിയിൽ വാദിച്ചത് ഹരീഷിന് ജാമ്യം നൽകുന്നത് ഒരു കാരണവശാലും ഈ കേസിന്റെ അന്വേഷണത്തെ ബാധിക്കില്ല. രണ്ടാമതായി ഗീന കുമാരി പറഞ്ഞത് ഇനി കസ്റ്റഡിയിലെ ആവശ്യം ഇല്ല. ഇത് രണ്ടും അംഗീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി S. നസീറ ഹരീഷിന് ജാമ്യം അനുവദിച്ചു. അങ്ങനെ EDയെ ആക്രമിച്ച കേസിലെ ആദ്യമായിട്ടാണ് ഒരു പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത്. ആ പഴുതിലൂടെ IP ബിനു അടക്കം EDയെ ആക്രമിച്ച കേസിലെ മറ്റു പ്രതികൾക്കും പുറത്തേക്കിറങ്ങാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് സർക്കാർ അവിടെ ഇടപെട്ടത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞത് 2 മണിക്കൂറിനകം മുൻ SFI നേതാവും മുൻ CPM അനുഭാവിയും നേതാവ് കൂടിയായിട്ടുള്ള ഈ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള ഗീന കുമാരിയെ മാറ്റുമെന്നാണ്. ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചു. ഇന്നലെ ഗീന കുമാരിയെ മാറ്റി പകരം സന്തോഷ് കുമാറിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു. ഇതൊക്കെ തന്നെ നിയമചരിത്രത്തിലെ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയാണ് കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടത്. ഇനിയിപ്പോൾ ഗീന കുമാരി എതിർകക്ഷിയായി ഹൈക്കോടതിയിൽ സർക്കാരിന്റെ എതിർകക്ഷിയായി വന്നിരിക്കുകയാണ്. 9ാം പ്രതിയായിട്ടുള്ള ഹരീഷിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയാണ്. ഒപ്പം ഗീന കുമാരിയെയും എതിർകക്ഷിയായി സർക്കാർ അവിടെ കക്ഷി ചേർക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാളെ നിയമപരമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഹൈക്കോടതിയിൽ 2 പേരാണ്. ഒന്ന് 9ാം പ്രതി ഹരീഷും
ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന ഗീന കുമാരിക്ക് എതിരായി നടപടി സ്വീകരിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടും. ഈ കേസിൽ ഇഡിക്കൊപ്പം സർക്കാരും കക്ഷി ചേർന്നിരിക്കുകയാണ്. കാരണം സർക്കാരിന് ഇത് വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിന്റെ പ്രതിനിധിയാണ്. അങ്ങനെ പ്രതിനിധിയായിട്ടുള്ള ഗീന കുമാരിയാണ് സർക്കാരിന് എതിരായി തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തതും സർക്കാരിന് നാണക്കേടാകുന്ന വിധത്തിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചതും. അതുകൊണ്ട് തന്നെ സർക്കാർ ഇന്ന് ടി ആസിഫ് അലി DGP, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുമ്പോൾ അവിടെ എതിർകക്ഷിയായി നിൽക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള ഗീന കുമാരിയാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. അതാണ് ഇവിടുത്തെ അസാധാരണ ഒരു നിയമ നടപടിയായി നമുക്ക് കാണേണ്ടത്. ഇനി രണ്ടാമത്തെ നിയമ നടപടി, അസാധാരണമായിട്ടുള്ള രണ്ടാമത്തെ നിയമ നടപടി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നാളെ EDയെ ആക്രമിച്ച കേസിലെ 12ാം പ്രതി ജാമ്യ ഹർജി നാളെ നൽകും. അതിനെ എതിർക്കുന്നത് ആരാണ്? ഇന്നലെ സർക്കാർ നിയമിച്ച സന്തോഷ് കുമാറാണ്. അതായത് സന്തോഷ് കുമാറിന്റെ ആദ്യത്തെ പെർഫോമൻസ് ഇന്ന് കാണാം. അതായത് സന്തോഷ് കുമാർ എന്ത് നിലപാട് സ്വീകരിക്കും? ഗീന കുമാരി സ്വീകരിച്ച നിലപാട് എന്തായാലും സന്തോഷ് കുമാർ സ്വീകരിക്കില്ല. കാരണം സന്തോഷ് കുമാർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. ഗവൺമെന്റ് പ്ലീഡറായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചെറിയതുറ വെടിവെപ്പ് കേസിലും അതേപോലെ കല്ലുവാതിക്കൽ മദ്യ ദുരിതത്തിലും ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ആളാണ്. അത്ര നിയമപരിജ്ഞാനമുള്ളയാളാണ്. അദ്ദേഹം വന്നിട്ടാണ് നാളെ പഴുതടക്കേണ്ടത്. അതായത് 9ാം പ്രതിയായിട്ടുള്ള ഹരീഷ് ഇറങ്ങിപ്പോയ പഴുതവിടെ കിടപ്പുണ്ട്. അവിടെ 12ാം പ്രതി നാളെ ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമ്പോൾ ഹരീഷിന് കിട്ടിയ പഴുതിൽ കൂടി ഇറങ്ങാനുള്ള സാധ്യത അടയ്ക്കുക എന്നുള്ളതാണ് സന്തോഷ് കുമാറിന്റെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി. അത് അദ്ദേഹം എങ്ങനെ നടപ്പിലാക്കി എടുക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളും ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ന് സംഭവിക്കുന്ന 2 പ്രധാനപ്പെട്ട അസാധാരണ നീക്കങ്ങൾ. ഒന്ന്, ഇന്നലെ വൈകുന്നേരം മാത്രം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിതനായിട്ടുള്ള സന്തോഷ് കുമാർ ഒരു പുതിയ കേസിന്റെ അദ്ദേഹം ഇതുവരെ അപ്പിയർ ചെയ്യാത്ത ഒരു കേസിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. ഗീന കുമാരിക്ക് പകരമായി കടന്നു വരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന ഗീന കുമാരിക്ക് പകരമായി അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ 12ാം പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ഹൈക്കോടതിയിലാകട്ടെ അസാധാരണ നീക്കം എന്ന് പറയുന്നത് ഗീന കുമാരിയെ എതിർകക്ഷിയാക്കിക്കൊണ്ട് സർക്കാർ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അസാധാരണമായ ഒരു നീക്കം നടക്കുന്നു. ഇതാണ് ഇന്ന് നിയമവൃത്തങ്ങളിൽ ചർച്ചയാകുന്ന അസാധാരണമായ 2 നീക്കങ്ങൾ. എന്തും സംഭവിക്കാം. ഒരുപക്ഷെ ഹൈക്കോടതി ഈ 9ാം പ്രതിയായിട്ടുള്ള ഹരീഷിന്റെ ജാമ്യം കിട്ടിയ നിലപാട് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ IP ബിനു അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ച് റിമാൻഡിൽ കഴിയുന്ന മുഴുവൻ പ്രതികൾക്കും പുറത്തേക്കിറങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതേസമയം ഹൈക്കോടതി 9ാം പ്രതിയായിട്ടുള്ള ഹരീഷിന്റെ ജാമ്യാപേക്ഷ റദ്ദാക്കി കഴിഞ്ഞാൽ ഹരീഷിനടക്കം ഒരു കാരണവശാലും പുറം ലോകം കാണാനാവാത്ത വിധത്തിൽ വീണ്ടും കാരാഗൃഹത്തിലേക്ക് പോവുകയാണ്. മറ്റൊന്ന്, ഹൈക്കോടതി ഗീന കുമാരിക്ക് എതിരായി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് നിയമവൃത്തങ്ങളും രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇന്ന് 2 പ്രധാനപ്പെട്ട അസാധാരണ സംഭവങ്ങൾ നിയമവൃത്തങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു. 2 കോടതികളിൽ ഉണ്ടാകാൻ പോകുന്നു. അതിനെ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളവും ഒപ്പം തന്നെ നിയമവൃത്തങ്ങളും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.